മരിച്ചു എന്ന് വിധിക്കപ്പെട്ട വ്യക്തി ആ തിരിച്ചു വന്നു, ഒരു സമയത്ത് തിരിച്ചു വന്നു. ആ അദ്ദേഹത്തിന്റെ ഭാര്യയെ മറ്റൊരാളെ സമർപ്പിച്ച് വിവാഹം ചെയ്തു. ആ അപ്പോൾ അത് എന്നാണ് ചോദ്യം വ്യക്തമാണ്. അതായത് ഒരു പുരുഷൻ മരണപ്പെട്ടു, മരിച്ചു എന്ന് വിധിച്ചു, ബോഡിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറേ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അയാളുടെ ഭാര്യ, മരിച്ച വ്യക്തിയുടെ ഭാര്യ മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ആ മരിച്ച വ്യക്തി തിരിച്ചു വരുന്നത്. എങ്കിൽ അവിടെ എന്താണ് ഇസ്ലാമിക വീക്ഷണം എന്നുള്ളതാണ് ചോദ്യം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തെ കാണാതെയായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ച് പിന്നീട് ഒരു നിലക്കും അദ്ദേഹത്തെ തിരിച്ച് കിട്ടുകയില്ല എന്ന രൂപത്തിൽ ഉറപ്പുള്ള സമയത്ത് അന്നത്തെ വിധികർത്താവ് എന്നുള്ള നിലക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അവർ സമീപിക്കുകയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളുടെയും കാര്യങ്ങളുടെയൊക്കെ ശേഷം പ്രഖ്യാപിച്ചു. അതിൻ്റെ ഭാഗമായി ആ പെണ്ണ് പിന്നീട് അവളുടെ ഇദ്ദയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുതിയ വിവാഹം കഴിച്ചു. പുതിയ വിവാഹവും കഴിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കാണാതെയായിരുന്ന പഴയ ഭർത്താവ് തിരിച്ചു വന്നത്. ആ തിരിച്ചു വന്ന സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ സ്വീകരിച്ച നിലപാട്, ഈ നിലപാടിനെ മുൻനിർത്തിക്കൊണ്ടാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇത്തരം മസ്അലകൾ കൈകാര്യം ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കുള്ളത്. അബു ഹനീഫ റഹിമഹുല്ല, ഇമാം ഷാഫിഈ റഹിമഹുല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇവർ മൂന്ന് പേരുടെയും മദ്ഹബുകളിൽ ഈ പെണ്ണിനെ തൻ്റെ ഒന്നാമത്തെ ഭർത്താവിലേക്ക് തിരിച്ചു നൽകണം, അവൾ അവകാശപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ഭർത്താവിന് തന്നെയാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. അത് വ്യത്യസ്തങ്ങളായ ചെറിയ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങളുണ്ട്. അഥവാ എല്ലാവരും അവസാനം പറഞ്ഞു വരിക ഒന്നാമത്തെ ഭർത്താവിന് തന്നെ നൽകലാണ് ഖൈർ എന്ന നിലക്കാണെങ്കിൽ, ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹം അല്ല, രണ്ടാമത്തെ ഭർത്താവാണ് ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവകാശിയായിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇമാം മാലിക് റഹിമഹുല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള വാർത്തയെ അതിൽ ചില സ്വീകാര്യയോഗ്യമല്ലാത്ത രൂപത്തിലുള്ള അവസ്ഥകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുല്ല അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മഹാനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല ഈ ഹദീസിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ആരോപണങ്ങളൊക്കെ വളരെ സുന്ദരമായിക്കൊണ്ട് മറുപടി പറയുകയും ഇതിൽ ജുംഹൂർ അഥവാ ഭൂരിഭാഗ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ മദ്ഹബിൻ്റെ ശാസ്ത്ര മദ്ഹബുകളിലെ പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇമാം അബു ഹനീഫ അൽ കൂഫി റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല, ഇവരുടെ ഒക്കെ അഭിപ്രായമാണ് കൂടുതൽ ശരി എന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അതിൽ തന്നെ എങ്ങനെയാണ് ഇതൊരു തീരുമാനമാകണമല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നേരത്തെ പറഞ്ഞു തിരിച്ചു നൽകണം, അല്ലെങ്കിൽ അവൾ ഒന്നാമത്തെ ഭർത്താവിനെ അവകാശപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ തന്നെ എങ്ങനെയാണ് ഈ വിവാഹം, നിലവിലെ വിവാഹം, അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ എന്താക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഒന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഭർത്താവിന്, ഒന്നാമത്തെ ഭർത്താവിന് ഇഖ്തിയാർ നൽകാം. ഇഖ്തിയാർ നൽകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകാം, തീരുമാനമെടുക്കാം. അവൾ അയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കാം, അതല്ല തനിക്ക് തന്നെ അവളെ തിരിച്ചു കിട്ടണം എന്ന രൂപത്തിലാണെങ്കിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാം. ഒന്നുകിൽ അവളെ ഭാര്യയായി സ്വീകരിക്കാം, അതല്ല എങ്കിൽ അവളെ മറ്റേയാളുടെ ഭാര്യയായി നിലനിർത്തി കൊടുക്കാം. മറ്റേയാളുടെ ഭാര്യയായി നിലനിർത്തുകയാണെങ്കിൽ വേണമെങ്കിൽ ഇയാൾക്ക് മറ്റേയാളുടെ കയ്യിൽ നിന്ന് എന്താകാം, മഹർ തിരിച്ചു വാങ്ങാം. കാരണം താൻ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച ഒരാളായിരുന്നല്ലോ, ആ നിലക്ക് മഹർ തിരിച്ചു വാങ്ങാം. അതേപോലെ തന്നെ മറ്റൊരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇവിടെ ഭാര്യയ്ക്ക് എന്താകാം, തീരുമാനമെടുക്കാം, ഭാര്യയെ തീരുമാനിക്കാം, അതായത് ഭാര്യയ്ക്ക് തീരുമാനിക്കാം താൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്.
അവിടെയും ഭാര്യയ്ക്ക് ഇഖ്തിയാറുണ്ട് എന്നതാണ് ആ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇങ്ങനെ തന്നെ ആണെങ്കിൽ തന്നെ അടുത്തൊരു ഇതിൻ്റെ ഉള്ളിൽ വരുന്ന മറ്റൊരു മസ്അല, ഇനിയിപ്പോൾ ഭാര്യ തീരുമാനിക്കണം എന്ത്, ഞാൻ ഒന്നാമത്തെ ഭർത്താവിൻ്റെ കൂടെ പോവുകയാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഭർത്താവ് പറഞ്ഞു എനിക്ക് എൻ്റെ ഭാര്യയെ തന്നെയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ചിലപ്പോൾ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണുമായിട്ടുള്ള വിവാഹത്തിൽ രണ്ടാമത്തെ ആൾ ഏർപ്പെട്ടിട്ടുണ്ടാകാം, അതായത് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം, അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊള്ളണമെന്നില്ല. നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ എന്തായിട്ടുണ്ടാകാം. പ്രത്യേകിച്ച് ഇപ്പോൾ ആധുനിക കാലത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് സൂമിലൊക്കെ ഒരു വിവാഹം നടത്തുന്ന, ഗൾഫിലുള്ള ആൾക്കാർ വിവാഹം നടത്തുന്ന, പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വന്ന് വീട് കൂടുന്നൊരവസ്ഥ ഉണ്ട് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് എങ്കിൽ പിന്നെ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. അതേ സമയത്ത് ഇവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഒന്നാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ അവൾ ഇദ്ദയാചരിക്കണം. അഥവാ ഒരു മുത്തല്ലഖത്തിൻ്റെ ഇദ്ദ, അഥവാ ത്വലാഖ് സംഭവിച്ച പെണ്ണ് എങ്ങനെയാണോ ഇദ്ദ അനുഷ്ഠിക്കുന്നത് ആ രൂപത്തിൽ ഇദ്ദ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രമേ ആദ്യത്തെ ഭർത്താവിന് മടങ്ങാൻ പറ്റുള്ളൂ. അതിന് ആദ്യത്തെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വേറെ കല്യാണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുതിയ നിക്കാഹ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതേസമയത്ത് ഇതാണ് ഇദ്ദയുടെ കാലം കഴിയണം. അവിടെ ഇസ്തിബ്റാവും മറ്റുമൊക്കെയാണ്, അഥവാ ഇവളിൽ നിന്ന് ഇദ്ദേഹത്തിന് ഗർഭമുണ്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടോ എന്നൊക്കെ എന്താക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇനി അവൾ ഗർഭിണിയായി നിൽക്കുന്ന സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ അവൾ പ്രസവിച്ചതിന് ശേഷം മാത്രമേ ഈ ഭർത്താവിന് പിന്നീട് തൻ്റെ ഭാര്യ എന്നുള്ള നിലക്ക് അവൾ എന്താ പറ്റുള്ളൂ, സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഒന്ന്, അദ്ദേഹത്തിന് അഥവാ ഒന്നാമത്തെ ആളിലേക്ക് തന്നെ അവർ മടങ്ങുന്ന രീതിയാണ് ഉണ്ടാകുക. രണ്ടാമത്തെ ആൾ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആൾ മരിച്ചു എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രമാണ് ഇവിടെ തലാഖ് സംഭവിച്ചത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അൽ ഹുക്മു യദൂറു മഅ ഇല്ലതിഹി വുജൂദൻ ഔ അദമ എന്ന് പറഞ്ഞ ഒരു പൊതു തത്വമുണ്ട്. ഒരു ഹുക്മ് അത് നിലനിൽക്കുക, ആ ഹുക്മ് അഥവാ വിധി വിധിക്കുവാനുണ്ടായ ഹേതു എന്തായിരുന്നോ ആ ഹേതുവിനനുസരിച്ചാണ്. അപ്പോൾ ആ ഹേതു ഉണ്ടോ എങ്കിൽ ഈ വിധി ഉണ്ടാകും, ഹേതുവില്ലേ എങ്കിൽ വിധി നടപ്പിലാവുകയുമില്ല. അപ്പോൾ ഇദ്ദേഹം മരിച്ചു എന്നതാണ് ഇയാളുടെ വിവാഹ കരാറിൽ നിന്നും മോചിതനായി എന്ന് പറയാനുള്ള കാരണമെങ്കിൽ ഇദ്ദേഹം മരിച്ചിട്ടില്ല എന്നത് സ്ഥിരപ്പെടുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു, ആ വിധി പരിപൂർണമായും ഇല്ലാതെയാകുന്നു എന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തിലേക്ക് തന്നെ ഇത് മടങ്ങി വരുമെന്ന് പറയുവാനുള്ള കാരണം. അപ്പോൾ ഇവിടെ നമുക്കൊന്നുകൂടി നന്നായി പറയണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ എന്താക്കാം, ഭാര്യയുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടത്തി കാര്യങ്ങൾ എന്താക്കാവുന്നതാണ്. ഇവിടെയും വ്യക്തിപരമായി തീരുമാനമെടുക്കുന്നതിനേക്കാൾ ഏറ്റവും നന്നാവുക നേരത്തെ പറഞ്ഞ പോലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അത് തീരുമാനമാക്കുക എന്നതാണ്. ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കാതെ ഒന്നാമത്തെ ഭർത്താവിന് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി ഗർഭിണിയല്ല, അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇദ്ദയുടെ കാലയളവ് കഴിഞ്ഞതിന് ശേഷം. അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഭാര്യയും ആദ്യത്തെ ഭർത്താവും തീരുമാനിച്ചു, ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഭർത്താവ് സമ്മതിക്കുന്നില്ല എങ്കിൽ എന്താണ് അതിൻ്റെ വിധി? ഇപ്പോൾ നേരത്തെ അത് സുന്ദരമായി അത് നേരത്തെ പറഞ്ഞത് വളരെ എളുപ്പം മനസ്സിലാവുമല്ലോ. കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിലുള്ള വിവാഹം തന്നെ നടന്നിട്ടില്ല. ഒന്നാമത്തെ ആളുടെ വിവാഹമോചനം നടത്തുകയോ അതല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടുകയോ ചെയ്താലേ ഒരു സ്ത്രീയെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമാണ് ഇവിടെ ഹാക്കിം അദ്ദേഹത്തിന് നടത്താവുന്ന അന്വേഷണങ്ങളും അഥവാ ഭരണാധികാരി അദ്ദേഹത്തിന് നടത്താവുന്ന അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് ഈ വ്യക്തി ഇല്ല, ഈ വ്യക്തിയെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് അദ്ദേഹം മരിച്ചതായി പ്രഖ്യാപിച്ചതാണ്. പ്രഖ്യാപനങ്ങൾ ശരിയാകാം, തെറ്റാകാം. അപ്പോൾ ഇവിടെ ശരിയാവുകയാണെങ്കിൽ സ്വാഭാവികമാണ് ആ ശരിയെ അടിസ്ഥാനപ്പെടുത്തുമ്പോൾ മാത്രമാണ് രണ്ടാമത്തെ ഇയാൾ ഇവരുടെ ഭർത്താവായി മാറുന്നുള്ളൂ. അവിടെയാണ് നിക്കാഹ് ശരിയാവുന്നുള്ളൂ. അതേസമയത്ത് ആ വിധിച്ച വിധി ശരിയായിരുന്നില്ല എന്നത് ഇവിടെ ഇപ്പോൾ ബോധ്യമായതോടുകൂടി തന്നെ ആ വിധി നിലനിൽക്കുന്നില്ല. ആ വിധി നിലനിൽക്കാത്തത് കൊണ്ട് തന്നെ ആ വിധിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യവും നിലനിൽക്കൂല. അപ്പോൾ ഒരർത്ഥത്തിൽ എന്തല്ല, അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊരു വിഭാഗം പറഞ്ഞത് ഈ ഭർത്താവിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാം. ഒന്നുകിൽ അയാളെ തന്നെ എന്താക്കാം, തുടർന്ന് ഭർത്താവായിക്കൊണ്ട് ജീവിക്കാനുള്ള അവസരം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം.
എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം ഒരു ഇവിടെ ഒരു അഖദ് അഥവാ കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ അഖദ് ഫുദൂലി എന്ന് പറയുന്ന കരാറിൻ്റെ തലത്തിലുള്ള മറ്റൊരു ഭാഗം കൂടി കടന്നു വരുന്നുണ്ട് എന്നതുകൊണ്ടാണ് ആ നിലക്കത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്.